സ്നേഹമുള്ളവരെ, ഡെയിലി ബ്രെഡ് കുറച്ച് ദിവസമായിട്ട് മുടങ്ങിപ്പോയി. ഇപ്പോൾ ഒരു പുതിയ തുടക്കത്തിന് കർത്താവ് അവസരം നമുക്ക് ഒരുക്കിയിരിക്കുകയാണ്. ഇന്ന് ആഗമനകാലം 1-ാം ഞായർ. ആരാധനാക്രമത്തിൽ ഒരു പുതിയ വർഷത്തിലേക്ക് നാം കടക്കുമ്പോൾ ഡെയിലി ബ്രെഡും ഒരു പുതിയ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ഏവരെയും ഞാൻ ഈ വചന ശുശ്രൂഷയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ആഗമനകാലം 1-ാം ഞായർ. ആരാധനാക്രമത്തിൽ ഒരു പുതിയ വർഷം ആരംഭിക്കുകയാണ്. ക്രിസ്മസ് സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഒരു വലിയ ഉത്സവമാണ്. ആദ്യ ക്രിസ്മസിന് ജനങ്ങളെ ഒരുക്കുവാൻ വന്ന സ്നാപയോഹന്നാൻ ആവശ്യപ്പെട്ടു, മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ. ലൂക്ക 3:8. പാപബോധത്തോടെ പശ്ചാത്തപിച്ച് തൻ്റെ അടുക്കിലേക്ക് വന്നവർക്ക് പ്രവാചകൻ മാനസാന്തരത്തിൻ്റെ സ്നാനം നൽകി. യേശുവിൻ്റെ ജനനത്തിൽ ഏറ്റവും അധികം സന്തോഷിച്ച 2 പേരെ വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ പരിചയപ്പെടുത്തുന്നു. നീതിമാനും ദൈവഭക്തനുമായ ശമയോനും ഉപവാസത്തിലും പ്രാർത്ഥനയിലും രക്ഷകനെ പ്രതീക്ഷിച്ചു കഴിഞ്ഞിരുന്ന അന്ന പ്രവാചികയും. ഇവർ 2 പേരെയും ഈ ആഗമനകാലത്ത് നമുക്ക് റോൾ മോഡൽസായി സ്വീകരിക്കാം. കൂടുതൽ പ്രാർത്ഥിച്ച് ഒരുങ്ങിയ ഇവർക്ക് ലഭിച്ച സന്തോഷം എത്രമാത്രമായിരുന്നു! ശമയോനെ പോലെ ദിവ്യ ഉണ്ണിയെ കയ്യിലെടുക്കുവാൻ മാത്രമല്ല, ഹൃദയത്തിലും ജീവിതത്തിലും സ്വീകരിക്കുവാനുള്ള ഭാഗ്യവും സന്തോഷവും ഈ ക്രിസ്മസ് നാളിൽ നമുക്ക് ലഭിക്കുകയാണ്. ഈ ആഗമനകാലത്ത് പരിശുദ്ധ കന്യാമറിയത്തെ പോലെ നന്നായി പ്രാർത്ഥിച്ച് ക്രിസ്മസിനായിട്ട് നമുക്ക് ഒരുങ്ങാം.